ഇങ്ങോട്ട് വയ്ക്കാം, ഇങ്ങോട്ട് വയ്ക്കാം. ഹലോ, വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയും എൻ്റെ ഫോണിൽ കിടക്കുന്ന കുറച്ച് ദിവസമായി. എഡിറ്റ് ചെയ്യാൻ എന്താണെന്നറിയില്ല, അപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്ത് അതങ്ങോട്ട് ശീലമായി പോയി തോന്നുന്നു. പിന്നാണെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോസിനാണ് കുറച്ചുകൂടി വ്യൂവേഴ്സ് കൂടുതലുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യാനാണ് കൂടുതലും താല്പര്യം കൂടി വരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ വർക്ക് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ നമ്മൾ സ്നാക്സ് എടുത്തിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് കാണാനായിട്ടോ ഞാൻ ഇരുന്നത്. ഇതൊരു തൂക്കിഷ് സീരീസാണ്, അടിപൊളി സീരീസാണ് കേട്ടോ. എന്തോ ഞാനിതിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 150 സംതിങ് എപ്പിസോഡാണ്. 1000+ എപ്പിസോഡ്സ് ഉണ്ട് കേട്ടോ. ഓരോ എപ്പിസോഡും ഒരു 2 അവർ 3 അവർ ഒക്കെ ലെങ്ത്തും ഉണ്ട്. ഇതിൽ കാര്യമായിട്ട് തുർക്കികളുടെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കേശ സ്കൂൾ ഇട്ട് വന്നതിന് ശേഷം ഇതാ ചായയൊക്കെ കുടിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഇയാൾ എന്തിനോ വേണ്ടി പിണങ്ങിയിരിക്കട്ടെ, എന്താ സംഭവം എന്നുള്ളത് ഞാൻ മറന്നുപോയി. കാരണം അത്രയും ദിവസമായി ഇത് ഫോണിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തുള്ള കസരത്താണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പതിവ് പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഇതാ മഗ്‌രിബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് മേലായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഡിന്നർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ, പിന്നെ എനിക്ക് ബാക്ക് പെയിൻ വന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മിസ്സായി പോയതാണ്. അപ്പോൾ ആ സമയം മുതലേ ഞാൻ ഓരോരോ നല്ല റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ നോട്ട് ചെയ്ത സംഭവമായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ ഇതുപോലെ വനിത എന്നാണ് ഞാൻ റെസിപ്പീസൊക്കെ എടുക്കാറില്ല കേട്ടോ. വനിതയിൽ മിക്ക എഡിഷൻസും വനിത വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ പാചകത്തിൻ്റെ റെസിപ്പീസിൻ്റെ പേജുകളൊക്കെയാണ് ഇങ്ങനെ നോക്കൽ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 7ാം ക്ലാസ്സൊക്കെ എത്തിയത് മുതലേ ഇങ്ങനെ ചെറിയ രീതിയിൽ, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ചെറിയ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. എൻ്റെ കൈസഹായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലാണ് എൻ്റെ റെസിപ്പീസിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഫേസ്ബുക്ക് വന്നു, അതുപോലെ ഇൻസ്റ്റഗ്രാം വന്നു. അപ്പോൾ എല്ലാത്തൊന്നും എനിക്ക് താല്പര്യമുള്ള രീതിയിൽ നല്ല റെസിപ്പീസ് തോന്നിയാൽ ഞാനിങ്ങനെ എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ വനിത നോക്കിയിട്ട് റെസിപ്പീസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെനു കൊറിയാണ്ടർ ചിക്കനും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് എന്തെങ്കിലും നാനോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ മനസ്സ് വെച്ചാൽ മാത്രമേ ഞാനത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ റേക്ക വന്നിട്ട് എനിക്ക് ചപ്പാത്തി ഒന്നും വേണ്ട, എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞത്. അത് കേട്ടതും എനിക്ക് പകുതി സമാധാനമായി, കാരണം ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ആ പരിപാടി നിർത്തി വെച്ചു. നമ്മൾ മന്തി റൈസ് വെച്ചിട്ട് ഒരു ബട്ടർ റൈസ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. നെയ്ച്ചോറിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ ബട്ടർ റൈസ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ബട്ടർ റൈസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള കറീൻ്റെ കൂടെയൊക്കെ നല്ല പ്ലെയിനായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ബട്ടർ റൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നാൽ അതാക്കാമെന്ന് വിചാരിച്ചു. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന 1 പാൻ ചോക്ലേറ്റ് കേക്ക്, ഹോട്ട് ചോക്ലേറ്റ് കേക്ക്, അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ മാഷാഅല്ലാഹ് നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. ആ കേക്ക് ഉണ്ടാക്കിയ പിറ്റേ ദിവസമാണ് ഇട്ടത്. അപ്പോഴേ കേശും ബ്രേക്കും ഞങ്ങൾക്കും വേണം കേക്ക് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നാളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യും കൂടി ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യൂസാണ് എനിക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ എല്ലാ വീഡിയോയും അങ്ങനെ അങ്ങോട്ട് കയറി പോവാറില്ല. ഈ വീഡിയോ ചെറിയ രീതിയിൽ കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിനോടാണ് ആ കാര്യത്തിൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ബട്ടർ റൈസ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ബട്ടർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹോൾ സ്പൈസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഒരു സവാള അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിയിലേക്കും അതുപോലെ തന്നെ മൊത്തത്തിൽ ഈ ഒരു ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നുള്ളൊരു ഫാക്റ്റ് എവിടെയോ ഉണ്ട്. അത് എത്ര സയൻറ്റിഫിക്കലി ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഉപ്പോ പഞ്ചസാരയൊക്കെ ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിലേക്ക് അരിൻ്റെ ഡബിൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു കപ്പ് അരി മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ വളരെ കുറച്ച് മാത്രമേ ചോറ് ആവശ്യമുള്ളൂ, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. ബട്ടറിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു പ്ലെയിൻ റൈസ് ആണ് കേട്ടോ. എന്താ നോക്കിട്ട് നോക്കണം കാച്ചരട്ടാ. ഇനി നമ്മൾ കൊറിയാണ്ടർ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആയിട്ടാട്ടോ ഈ ഒരു കൊറിയാണ്ടർ ചിക്കൻ തോന്നിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ബോൺലെസ് ചിക്കൻ്റെ പീസസിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ആ ഒരു 1 പാൻ ഹോട്ട് ചോക്ലേറ്റ് കേക്കിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോസിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണെന്നാണ് പറയുന്നത്. കാരണം ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മെസ്സും പാത്രങ്ങളൊക്കെ അറിയാലോ. അങ്ങനെ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓവന് വേണ്ട, അതുപോലെ ബീറ്ററും കാര്യങ്ങളും ഒന്നും വേണ്ട. ആർക്കും നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ മെഷറിംഗ് കപ്പും വേണം നിർബന്ധമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് അത് വെച്ചിട്ട് ബാക്കി മെഷർ ചെയ്തെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 1.5 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു നോർമൽ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർക്കെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൂണിനേക്കാളും വിസ്കോ ഫോർക്കോ യൂസ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് എല്ലാം മിക്സായി കിട്ടുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മളിത് ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ പല വീഡിയോസിലും ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് അതേ പാനിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാനൊരു ധൈര്യം പോരാ കേട്ടോ, പാനിൽ സ്ക്രാച്ച് ചെയ്യുമോ എന്നുള്ള പേടിയായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ബൗളിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഓരോ ഐറ്റംസും തപ്പി ഓരോ സമയത്ത് ഇടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാ പൗഡറുകളും നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാൻ 3 റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച മുട്ട ആകരുത്, സാധാരണ നമ്മൾ നോർമൽ ടെമ്പറേച്ചറുള്ള മുട്ട ആണ് കേട്ടോ. ഇനി 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, അത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക, പക്ഷേ കോക്കനട്ട് ഓയിൽ എടുക്കണ്ട കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത നമ്മൾ സാധാരണ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്, നിങ്ങൾക്ക് ഡാർക്കോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കുക. ഏത് ചോക്ലേറ്റ് എടുത്താലും അത് ഡബിൾ ബോയിലറിൽ വെച്ചിട്ട് മെൽട്ടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ശേഷം 1/4 കപ്പ് ചെറു ചൂടുള്ള പാല്, ഓവർ ചൂടല്ല ചെറു ചൂടുള്ള പാലും കൂടി ഒഴിച്ചിട്ട്, അപ്പോൾ നമ്മൾ ലിക്വിഡ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ആ ഒരു പൗഡറും ലിക്വിഡും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്, അത് വിട്ടുപോയതാട്ടോ പറയാൻ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് കൈവച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം. പൊടിയും ആ ഒരു ലിക്വിഡ്സും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ബീറ്റർ യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൈവച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രീമി നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് ഒഴിച്ചിട്ട്
നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ പാന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നല്ല വൈഡായിട്ടുള്ളൊരു പാനാണ് കേട്ടോ. നിങ്ങൾ മാക്സിമം വലിയ പാൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു കേക്കിന് നമുക്ക് ഓവർ ഹൈറ്റ് ഒന്നും വേണ്ട. ഒരുപാട് വലിപ്പമില്ലാത്ത പാനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ബാറ്റർ പുറത്തേക്ക് തള്ളി ചിന്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ പാൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ നല്ല ചൂടുള്ള ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞ് പിടിക്കാൻ ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടിയിൽ എന്തെങ്കിലും തട്ടൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റേത് വലിയ ബർണറാണ്, പക്ഷേ എനിക്ക് അടിയിൽ വെച്ച് കൊടുക്കാൻ തട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ശേഷം അതിൻ്റെ മേലെ വരുന്ന ആ ഒരു ഹോൾസ് ഞാനൊരു ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് അതൊന്ന് അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി ഈ ലോ ഫ്ലെയിമിൽ മാക്സിമം ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ ടൈം എടുക്കുള്ളൂ ഇത് കുക്കായി വരാൻ. അപ്പോഴത്തേക്കും തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ആ ഒരു ഗനാഷ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗനാഷ് എന്തായാലും ഈ ഒരു കേക്കിന് മസ്റ്റാണ്. കാരണം ഗനാഷ് ഇല്ലെങ്കിൽ ഈ കേക്കിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ഈ കേക്ക് നമുക്ക് ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം കേക്കായോ എന്ന് ചോദിച്ച് വരുന്ന 2 ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉള്ളതുകൊണ്ടാണ് അത് എടുത്തത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ്. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ഈ ഒരു ചോക്ലേറ്റിൻ്റെ പാത്രം പ്ലേസ് ചെയ്യുക. വെള്ളത്തിൽ ഒരിക്കലും ആ ഒരു പാത്രം ടച്ച് ആവരുത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്ന ആ ഒരു സമയം വരെ ചൂടാക്കി കഴിയുക. ശേഷം ബേണർ ഓഫ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേണർ ഓൺ ആയിരിക്കുന്ന സമയത്ത് മിക്സ് ചെയ്താൽ ചോക്ലേറ്റ് ഇങ്ങനെ കട്ടിയായി പോവും. ഓഫ് ചെയ്ത് ചൂടുന്ന് എടുത്തതിന് ശേഷം വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ നല്ല ചോക്ലേറ്റ് സോസായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. ഈ കാണുന്നൊരു പരുവത്തിൽ നമുക്ക് അത്രയും സോസായിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും കണ്ടില്ല നമ്മൾ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച അതൊന്നും നല്ല ടെക്സ്ചറിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കുത്തി നോക്കുകയാണ് റെഡി ആയിക്കണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ സെൻറ്ററിൽ തന്നെയാണ് ഞാൻ കുത്തി നോക്കിയിട്ടുള്ളത്. സംഭവം സെറ്റാണ്. ഇനി ആ തീയൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഞാൻ അതേ കോല് വെച്ചിട്ട് തന്നെ പല ഭാഗത്തും കൂടി നന്നായിട്ട് കുത്തി കൊടുക്കുകയാണ്. കാരണം ആ സോസൊക്കെ ഒന്നതിലേക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. മാക്സിമം സോസ് ഉണ്ടാകുമ്പോൾ മാക്സിമം ടേസ്റ്റ് കൂടും കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് സോസ് തന്നെയാണ് ഈ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഫാക്ടർ എന്ന് തന്നെ പറയാം. ഇനി അതിൻ്റെ മേലെ ഡെക്കറേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡാർക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. പക്ഷേ ഈ ഒരു കേക്കിന് മാച്ച് ആയിട്ട് എനിക്ക് ഡാർക്കാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് പക്ഷേ ഓപ്ഷണലാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ ഒരു ചോക്ലേറ്റ് സോസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ ബട്ടർ റൈസും കേക്കും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയാണ്ടർ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊറിയാണ്ടർ ഞാനിത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എത്രയും കൂടുതൽ മല്ലിയില എടുക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊത്തം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ചധികം ഓയിൽ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം ഓയിലിൽ പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ടൈം ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഈ ചിക്കൻ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളിത് കോരിയെടുക്കാൻ പോവാണ്. ഒരുപാട് ബ്രൗൺ ആക്കാൻ കാത്തിരിക്കുന്നില്ല കേട്ടോ.
ഇനി അതേ സെയിം പാനിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രൈ ചെയ്തെടുത്ത് അതേ സെയിം ഓയിൽ തന്നെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന കട്ടത്തൈരാട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ പുളി ഇല്ലാത്ത തൈരാണ് എടുക്കേണ്ടത് കേട്ടോ. കൂടെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് തിള വരുത്തിയെടുക്കുക. നമ്മളെ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ കറീൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. സംഗതി കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ. എനിക്കിതിൻ്റെ കോമ്പിനേഷനായിട്ട് നാനും ചപ്പാത്തിയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. റൈസിൻ്റെ കൂടെ എനിക്കെന്തോ അത്ര കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഓക്കെ ആണ്. അപ്പോൾ റൈസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കോമ്പിനേഷനായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ചപ്പാത്തീൻ്റെ നാനിൻ്റെ കൂടെയൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മറന്നു പോകാതെ ഫീഡ്ബാക്സും അറിയിക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ പീസസിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേവി നല്ലോണം മിക്സായി കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൊറിയാണ്ടർ ചേർക്കുക കേട്ടോ. കൊറിയാണ്ടറും കൂടി ചേർക്കുമ്പോഴാണ് ഇതൊരു കൊറിയാണ്ടർ ചിക്കൻ ആവുന്നത്. എത്രത്തോളം മല്ലിയില ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കുക. നല്ല ടേസ്റ്റാണ്. കൊറിയാണ്ടർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തീ വെച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ തന്നെ ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗിയുള്ള ആ ഒരു കൊറിയാണ്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമ്മളൊരു അടിപൊളി ഡിന്നർ സെറ്റ് ചെയ്യില്ല. അപ്പോൾ അത് അതിൻ്റെ രീതിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഞാൻ കുറച്ച് സൂപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഇവിടെ സൂപ്പിൻ്റെ പാക്കറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും വാങ്ങിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സൂപ്പിൻ്റെ സാഷേസ്. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല വിശപ്പ് തോന്നുക ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൂപ്പ് ഒന്ന് ഉണ്ടാക്കി കുടിക്കാമല്ലോ. ശേഷം ഇതാ ഡ്രിങ്ക് ആയിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് വെച്ചിട്ട് ഒരു ജ്യൂസ് പോലെ അങ്ങനെയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നല്ല തണുത്ത വെള്ളം ഐസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു സ്ക്വാഷും നല്ല ടേസ്റ്റാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു സ്ക്വാഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയില്ലേ ഇതുപോലെ ഇങ്ങനെ. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഏതായാലും മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കുടിക്കേണ്ടതല്ലേ. അങ്ങനെ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി ഫാമിലി ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഫാമിലീസിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോക്കെ കേട്ടോ. ഗസ്റ്റ് വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കേണ്ട, നമുക്കും നമ്മളെ ഫാമിലീസിനും കൂടി എൻജോയ് ചെയ്യാനുള്ളതാണ് എല്ലാ റെസിപ്പീസും പ്ലേറ്റ്സും അതുപോലെ ഇതുപോലുള്ള സ്പെഷ്യൽ മൊമെൻറ്റ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല മനസ്സമാധാനത്തോട് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ. പലർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഗസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ഈ ഒരു മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.